നികുതി പണം ദൂർത്തടിച്ച് കരാറുകാർ നടത്തുന്ന അശാസ്ത്രീയമായ തട്ടിപ്പിനെതിരെ പൊട്ടിത്തെറിച്ച് നാട്ടുകാർ. 17 ലക്ഷം മുടക്കിയാണ് പശ്ചിമത്തോടിലെ ചെളി നീക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്നാൽ കരാറുകാർ നടത്തുന്ന അശാസ്ത്രീയത നേരിൽ കണ്ടിട്ടും അധികൃതർ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി. ലക്ഷങ്ങൾ മുടക്കി പശ്ചിമത്തോടിൽ നടക്കുന്നത് ശുചീകരണമോ അതോ ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രഹസനമോ? കൊച്ചി നഗരസഭയുടെ 17 ലക്ഷം രൂപ മുടക്കി പശ്ചിമത്തോടിൽ നടക്കുന്ന ശുചീകരണ പ്രവൃത്തി വെറും പ്രഹസനമാകുന്നു. തോട്ടിൽ നിന്ന് കോരി മാറ്റുന്ന ചെളി കരാറുകാർ നിക്ഷേപിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഒരു മഴ പെയ്താൽ ഈ ചെളിയെല്ലാം വീണ്ടും ഒലിച്ച് നാട്ടുകാരുടെ വീടുകളിലേക്ക് കയറുന്ന അവസ്ഥയാണ്. ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടും കരാറുകാരന്റെ ഈ അശാസ്ത്രീയതയ്ക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇതിപ്പോ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു സൈഡിൽ നിന്ന് ചെളി കോരിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് വെക്കുന്നുണ്ട്. അത് ഇതിന്റെ ചുറ്റിനുമായിട്ട് ഒരു ചെളി കോരി വെക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങോട്ട് നീക്കുന്നു എന്നുള്ളത് അവർ കാണിക്കുന്നില്ല. അത് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ ഇവിടെ ഇത് ചെരി ഓടി കളയാനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും വെക്കാണ്ട് അവർ സൈഡിൽ തന്നെ ഒതുക്കി വെക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ടൊന്നും ഇതിന്റെ ആഴം കൂടാനോ ഇതുകൊണ്ട് സുഗമമായിട്ട് വെള്ളം പോകാനോ പറ്റുന്നില്ല. തൊട്ടരിയിലാണ്, തോട്ടിന്റെ അരികിൽ തന്നെ വെക്കുന്നതുകൊണ്ട് അത് മഴ ശക്തമായി വരുമ്പോൾ തിരിച്ച് ആ തോട്ടിലേക്ക് തന്നെ ഇറങ്ങിപ്പോരും. അപ്പോൾ ഈ സമീപ പ്രദേശത്തുള്ള താഴ്ന്ന പ്രദേശങ്ങൾ നികർത്തി കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യണമെങ്കിൽ അത് നാട്ടുകാർക്കും ഈ പ്രദേശത്തുള്ള വാസിക്കും ഇതിനാഴം കൂടാനും സാധിക്കും. ജനങ്ങളുടെ നികുതി പണം വെറുതെ കളയുന്ന ഈ പ്രവൃത്തിക്കെതിരെ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. ഒടുവിൽ കൗൺസിലർ NX ലിഖിതയുടെ ഇടപെടലിനെ തുടർന്ന് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഇത്തരം പണികൾക്ക് ബില്ല് പാസാക്കരുതെന്ന് മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ ഞാനിത് കരാറുകാരനോട് പോയി ചോദിച്ചു, ഇത് എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ഈ ഡിവിഷൻ ഉൾപ്പെടെയുള്ള ഒരു എക്കൽ നീക്കം ചെയ്യലാണ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ അറിയിച്ചിട്ടില്ല. ഞാനത് എക്സിനോട് ചോദിച്ചു, ആരും എന്നെ അറിയിച്ചിട്ടില്ല. ഇത് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ തന്നെ മറിച്ചു. അപ്പൊ ജനങ്ങളാകെ വയലന്റ് ആണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇപ്പൊ എസ്റ്റിമേറ്റിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, കട്ടിംഗ് ആൻഡ് ലോഡിംഗ് ഇൻ ടിപ്പേഴ്സ് ആൻഡ് ഡിസ്പോസൽ വിത്ത് അപ് ടു 1.2 മീറ്റർ ടു 1 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ടല്ലോ. ഇവരെന്താ അത് ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രയോജനം? എങ്കിലും അധികൃതരുടെ ഈ മൗനം തുടരുകയാണെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യവും വീടും സംരക്ഷിക്കാൻ സമാധാനപരമായ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ഇതല്ല വേണ്ടത്, നമുക്കൊരു ഡ്രഡ്ജിങ് പോലെയുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്. നമുക്ക് അതിനുള്ള പറമ്പുകൾ ഇവിടെ ഉണ്ട്. ഒന്നെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്കത് ഡ്രഡ്ജ് ചെയ്തിട്ട് ആ ചെളി മാറ്റിയിടാനായിട്ടുള്ള. പക്ഷെ അത്തരത്തിലുള്ളൊരു രീതിയല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഒരു സംവിധാനം, അതായത് ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് കോരിയെടുത്ത് നടുക്കോട്ടിടുക, പിന്നെ അവിടെ നിന്ന് കോരി മാറ്റിയിടുക, ഇത് ഒട്ടും വൃത്തിയായിട്ടുള്ളൊരു പരിപാടിയല്ല. അധികാരികൾ ഇത് കാണണം, വേണ്ട നടപടികൾ എടുക്കണം. പരിസരത്ത് തന്നെ ഒരു ഇഷ്ടം പോലെ കുടുംബങ്ങൾ ഇതുവരെ ദുരിതത്തിലാണ്. അപ്പോൾ ഇതിനെതിരെ ഒരു ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ എക്കൽ കോരണ രീതി വന്നപ്പോഴത്തേക്ക് ഇത് കണ്ട ഈ ശരിക്കായിട്ടുള്ള ഒരു രീതിയിൽ അവർ നടത്തണില്ല ഈ എക്കൽ കോരണ രീതി. അത് ഈ സംഭവം ഇതാണ്, ഈ സൈഡിലുള്ള ചെളികളൊന്നും മാറിയിട്ടില്ല. അവരൊരു സൈഡ് വെറുതെ ഇങ്ങനെ കാണിച്ചു വെച്ചിട്ട് പോകുന്നതല്ലാണ്ട് 5 ദിവസം കൊണ്ട് ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. ഇത് നീക്കം മാറ്റം ചെയ്യണം. ഇത് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടിടാനാണെങ്കിൽ അവിടെ കയർ സൊസൈറ്റിയുടെ സ്ഥലമുണ്ട്, വണ്ടിയിൽ കൊണ്ടിടാം. അല്ലെങ്കിൽ ഡ്രഡ്ജ് ചെയ്താണെങ്കിൽ അങ്ങനെ എല്ലാത്തിനും നമുക്ക് സൗകര്യം ഇവിടുത്തെ ആൾക്കാർ കൊടുക്കാൻ തയ്യാറാണ്. കൗൺസിലറും അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എനിക്ക് പുതിയ ബാഗും കൂടെ എല്ലാം ഞാനോ? ചേട്ടനല്ലാതെ പിന്നെ ആരാ? അപ്പൊ മറക്കണ്ട, നേരെ സോൾട്ടിലേക്ക്. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി.